ഏഴാമത്തെ സിനിമ അതൊരു പ്രേത സിനിമ ആയാൽ മതി എന്ന് എന്താ പെട്ടെന്ന് തോന്നിയത്? അതോ നേരത്തെ ഇതെന്ന് തീരുമാനിച്ചിരുന്നതാണോ? കുറച്ച് സോഷ്യൽ റെലവൻസ് ഉള്ള സിനിമ കഴിഞ്ഞിട്ട് ഒരു പ്രേത സിനിമ ആവുന്നത്? അല്ല, എന്റെ മുൻപത്തെ ഇന്റർവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഹൊറർ ഫിലിം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു ലവ് സ്റ്റോറി ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു ആക്ഷൻ ഫിലിം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പൊ ചെയ്തത്. ലവ് സ്റ്റോറിയും ആക്ഷൻ ഫിലിം കൂടി ചെയ്യാനിരിക്കുന്നു. പിന്നെ എന്ത് ഒരു ഡാർക്ക് ഹൊറർ ചെയ്യാൻ ഒരു ഹൊറർ കോമഡി പിടിച്ചത്? അല്ല, അത് പേടികൊണ്ടാണ്. അത് എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഹൊറർ ചെയ്യാൻ എനിക്ക് താല്പര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സിനിമ അക്സെപ്റ്റൻസ് രണ്ട് കാരണമുണ്ട്. നമ്മൾ ഇതിന്റെ കോസ്റ്റും കൂടെ വർക്ക്ഔട്ട് ചെയ്യണം. ഇത് കുറച്ച് എക്സ്പെൻസീവ് ഫിലിമാണ് ആക്ച്വലി. ബിക്കോസ് അതിൽ ഉണ്ടാവുന്ന ടെക്നോളജിയും എല്ലാം കുറച്ച് എക്സ്പെൻസീവ്. അതിന് സൗണ്ടും ക്യാമറയും എല്ലാത്തിനും ലൊക്കേഷൻസ് എല്ലാം അതുപോലെ ഇരിക്കുന്ന പടം. അപ്പോൾ അത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി, ഒന്നാമത് അങ്ങനത്തെ ഭയങ്കര ഡാർക്ക് ഹൊറർ ഫിലിംസിന് ഇവിടെ എത്രമാത്രം ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇനിയും അറിയാൻ ബിക്കോസ് അങ്ങനെ ഫിലിംസ് വന്നിട്ടില്ല. ഇങ്ങോട്ട് വരാൻ ഇപ്പോൾ അണ്ടർ മേക്കിങ്ങിലുണ്ട് തോന്നുന്നു കുറച്ച് ഫിലിംസ്. അപ്പം എനിക്കിത് ഹൊറർ കോമഡി അഗെയിൻ ഇറ്റ്സ് എ വെരി ബിഗ് ജോണർ ഇൻ കൊമേഴ്ഷ്യൽ സിനിമ. പക്ഷേ മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ് കുറച്ചും കൂടെ സേഫർ എന്നത്. പിന്നെ അഗെയിൻ ഐ വാണ്ടഡ് ടു മേക്ക് എ ഫിലിം ഫോർ ദി യൂത്ത്. അപ്പം ഒരു യൂത്തിന് ഇഷ്ടമുള്ള ഇതിൽ പ്രേതം വരുന്ന മീഡിയം ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള യൂത്തിന് വേണ്ട ഒരു ഫിലിം ഒന്നും കൂടി ആലോചിച്ചുകൊണ്ടാണ് അങ്ങനെ. ഇതുവരെ ചെയ്ത ഈ 6 പടങ്ങൾ വെച്ചിട്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷിക്കില്ല രഞ്ജിത് ശങ്കറാണ് സംവിധായകൻ എന്ന് പറയുമ്പോൾ രഞ്ജിത് ശങ്കർ സിനിമ അതിൽ നിന്ന് എന്താണ് വരുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട് ഓഡിയൻസിന്? അങ്ങനെയുള്ള യാതൊരു തെറ്റിദ്ധാരണ സത്യം പറഞ്ഞോ? ഇല്ല, ശരിക്കും ഇല്ല. ആൾക്കാർ പറയില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഞാൻ വളരെ വളരെ തുറന്നു പറഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഞാനിപ്പോഴും ഒരു ഫിലിം മേക്കർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ക്ലീശ പറയുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് എനിക്ക് തന്നെ അങ്ങനെ തോന്നണമെങ്കിൽ, ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമുക്ക് തോന്നണം. എനിക്ക് തോന്നുന്നു ഇനി അടുത്തൊരു 10 വർഷത്തിൽ ഞാൻ ഇനിയൊരു 10 സിനിമയൊക്കെ ഉണ്ടാക്കി അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ സ്വീകരിക്കുമ്പോഴൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ഫിലിം മേക്കർ എന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് പിന്നെ എൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞ ആൾക്കാർ എക്സ്പെക്ടേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇപ്പം ഇല്ലാത്തൊരു എക്സ്പെക്ടേഷന്റെ പുറത്ത് ഞാൻ ഒരു പ്രഷർ ഉണ്ടാക്കി വെച്ച് ഇനിയിപ്പോൾ ഞാൻ നടക്കാൻ യാതൊരു താല്പര്യമില്ല. എന്തായാലും ഒരു രഞ്ജിത് ശങ്കർ സിനിമ എന്ന് പറയുമ്പോ ഒരു സോഷ്യൽ മൂവി ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് കണക്ട് ചെയ്യുന്ന ഒരു പടമായിരിക്കും. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. എന്റെ സിനിമ പോലെയല്ലല്ലോ ഞാൻ പേഴ്സണലി എന്ന് പറയാറുണ്ട്. അപ്പം അല്ല, പേഴ്സണലി നമ്മൾ കുറച്ചുകൂടി കാഷ്വലായിട്ട് സംസാരിക്കാനും വളരെ സിമ്പിളായിട്ട് ഇരിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള തമാശ നമുക്ക് അങ്ങനെ ഏൽക്കുമെന്ന് അറിയില്ല. തമാശ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. തമാശ മറ്റുള്ളവർ കൂടെ തോന്നുന്നുണ്ട് തമാശയാണ്. അപ്പം അല്ല, കുറച്ച് ജോവിയിലൊക്കെ ആവാൻ ഇഷ്ടമുള്ള ആളാണ്. പിന്നെ സിനിമകൾ അങ്ങനെയെല്ലാം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി സിനിമകളിൽ നമ്മൾ ആ മാറ്റം കൊണ്ടുവരാം. നമസ്കാരം, ഞാൻ ഡയറക്ടർ രഞ്ജിത് ശങ്കർ. ഈ ആഴ്ചത്തെ സ്പോട്ട്ലൈറ്റിൽ ശാലിനിയോടൊപ്പം ഞാൻ